കേരള ലോ എൻട്രൻസ് എക്സാമിന് ജനറൽ നോളേജ് GK വരുന്ന മോഡേൺ ഇന്ത്യയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്ത സ്റ്റുഡൻസ് ആ വീഡിയോ കാണണം. അതുപോലെ തന്നെ GKയുടെ ഗൈഡ് ഉണ്ട്. അത് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് ഗൈഡ് വാങ്ങാം. മോഡേൺ ഇന്ത്യയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നു. ആ വർഷം ഓർത്ത് വെക്കാൻ പറഞ്ഞിരുന്നു. 1600 ബ്രിട്ടീഷുകാർ വരുന്നത്. ട്രേഡിങ്, കച്ചവടം എന്ന ഉദ്ദേശത്തിലാണ് അവർ വരുന്നത്. സ്ഥലം പിടിച്ചെടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ വന്ന് പിന്നെ ഒരു ബാറ്റിൽ ഓഫ് പ്ലാസി ഉണ്ട് 1757. അതിലാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട് യുദ്ധം എന്നൊക്കെ പറയുന്നത്. പ്ലാസി യുദ്ധമാണ്. ആ 1757 അതിനുശേഷം ബാറ്റിൽ ഓഫ് ബത്സർ നടക്കുന്നു. ബാറ്റിൽ ഓഫ് ബത്സർ എന്ന് പറയുന്നത് 1764. ആ ബാറ്റിൽ ഓഫ് ബത്സറിന് ശേഷം ബീഹാർ, ഒറീസ, ബംഗാൾ, ബീഹാർ, ഒറീസ ഈ പ്രദേശങ്ങളെല്ലാം ബ്രിട്ടീഷുകാരുടെ കയ്യിലാകും. എന്നിട്ട് അവിടെ നിന്നിട്ട് ബ്രിട്ടീഷുകാർ ബാക്കി സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുക്കുന്നു. ആ ഒരു ചരിത്രമാണ് കഴിഞ്ഞ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. അങ്ങനെ അവർ പിടിച്ചെടുത്ത് അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പനി ഭരണമാണ്. നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇങ്ങോട്ട് വരുന്നത്. ആ കമ്പനിയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭരിച്ച് അവസാനം 1857 എന്ത് നടക്കുന്നത്? റിവോൾട്ട് ഓഫ് 1857. ഇന്ത്യയിലുള്ള ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നീങ്ങുകയാണ്. ആ ഒരു റിവോൾട്ട് ഓഫ് 1857 അതിനെയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അതാണ് ഈ വീഡിയോയിൽ എടുക്കുന്നത്. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അത് നടക്കുന്നത് 1857. റിവോൾട്ട് ഓഫ് 1857 എന്ന് പറയും, സെപ്പോയ് മ്യൂട്ടിനി എന്നൊക്കെ പറയും. 1857 നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒന്നാമത്തെ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, ബാറ്റിൽ ഓഫ് പ്ലാസി വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു യുദ്ധമായിരുന്നു. ബാറ്റിൽ ഓഫ് പ്ലാസി അത് 1757 1757 കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞ് 1857 ഈ ഒരു റിവോൾട്ട് നടക്കുന്നത്. അപ്പോൾ ആ ഡേറ്റ് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഇനി ഇങ്ങനെ ഒരു റിവോൾട്ട് 1857 ഇങ്ങനെ റിവോൾട്ട് ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് ഇനി കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത് പറയുന്നത് അനക്സേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണ്. പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നാട്ടുരാജ്യങ്ങളാണ്. നാട്ടുരാജ്യങ്ങൾ പിടിച്ചടക്കുക. ബ്രിട്ടീഷുകാർ പതുക്കെ ഓരോ സ്ഥലങ്ങൾ, പണ്ട് കുറേ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു, ആ നാട്ടുരാജാക്കന്മാർ അവരുടെ ആ സ്ഥലം ഭരിച്ചുകൊണ്ട് വന്നു. ഓരോരോ സ്ഥലങ്ങൾ ബ്രിട്ടീഷുകാർ പുറത്തുനിന്ന് കുറച്ച് പേര് വന്നിങ്ങനെ പിടിച്ചെടുക്കുന്നു. അങ്ങനെ ആ നാട്ടുരാജാക്കന്മാരുടെ അധികാരങ്ങൾ നഷ്ടമായപ്പോൾ അവർ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനൊരു കാരണമായി. അതാണ് ഒരു കാരണം പറയുന്നത്. 4 രീതികളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചടക്കി. ഞാൻ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നതിൽ പറയുന്നത് ബൈ ഔട്ട്റൈറ്റ് വാർസ് ആണ്. സ്ട്രെയിറ്റ് ആയിട്ട് യുദ്ധം ചെയ്ത സ്ഥലങ്ങൾ പിടിച്ചെടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് യുദ്ധം തന്നെ, അതിൽ വേറെ ഒന്നുമില്ല. സ്ട്രെയിറ്റ് യുദ്ധം ചെയ്ത പ്ലാസിയൊക്കെ സ്ട്രെയിറ്റ് യുദ്ധമായിരുന്നു. നേരെ യുദ്ധം ചെയ്യുക, ആ സ്ഥലം പിടിച്ചടക്കുക. അതൊരു രീതി. രണ്ടാമത്തെ ഒരു രീതി പറയുന്നത് ബൈ ദ സിസ്റ്റം ഓഫ് സബ്സിഡറി അലയൻസ് വഴി പിടിച്ചടക്കുക. സബ്സിഡറി അലയൻസ് ഞാൻ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. സബ്സിഡറി അലയൻസ് വാസ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതേപോലെ ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഈ സബ്സിഡറി അലയൻസ്. ബ്രിട്ടീഷുകാരുടെ ഒപ്പം നിൽക്കുക എന്നുള്ള രീതിയായിരിക്കാം സബ്സിഡറി അലയൻസ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ സബ്സിഡറി അലയൻസിൽ സൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നാട്ടുരാജാക്കന്മാരുടെ സോവറീനിറ്റി നഷ്ടപ്പെടുകയാണ്, പരമാധികാരം പോകും. അപ്പോൾ സബ്സിഡറി അലയൻസ് വഴിയും ബ്രിട്ടീഷുകാരെ സ്ഥലം പിടിച്ചു. ഒന്ന് ഏത് പറഞ്ഞു? ബൈ ഔട്ട്റൈറ്റ് വാർസ്, യുദ്ധം ചെയ്ത് പിടിച്ചടക്കുക. രണ്ടാമത് സബ്സിഡറി അലയൻസ് വഴി ആ നാട്ടുരാജ്യം എന്ത് ചെയ്യുക? ബ്രിട്ടീഷുകാരുടെ കീഴിലാക്കുക, പരമാധികാരം ബ്രിട്ടീഷുകാരുടെ കയ്യിലെത്തുക. സബ്സിഡറി അലയൻസ്. അടുത്തത് ബൈ അഡോപ്റ്റിംഗ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊടുത്തിട്ടുണ്ട് മൂന്നാമതായിട്ട്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് നോട്ട് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പറയുന്നത് ഒരു സ്ഥലം ഭരിക്കുന്ന ഭരണാധികാരി, രാജാവ്, ആ രാജാവ് മരിച്ചു പോവാണ്. മരിച്ചു പോകുമ്പോൾ അതിനൊരു മെയിൽ ഹെയർ ഇല്ലെങ്കിൽ, അതായത് അവകാശിയായിട്ട് ആ സ്ഥലത്തിന് അവകാശിയായിട്ട് ഒരു ആൺകുട്ടി ഇല്ലെങ്കിൽ ആ സ്ഥലം ആരുടെ കീഴിലാവും? ബ്രിട്ടീഷുകാരുടെ കീഴിലാവും. ആ സ്ഥലം ബ്രിട്ടീഷുകാർ പിടിച്ചടക്കും. ആ സ്ഥലത്തിന് അവകാശം ഇല്ലാണ്ടാവുകയാണ്. അപ്പോൾ അതാണ് ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഝാൻസി റാണി അറിയാം. ഝാൻസി എന്ന് പറയുന്ന സ്ഥലമാണ്. ഝാൻസിയിലെ റൂളർ മരിച്ചു പോകും. 1853 മരിച്ചു പോകുന്നത്. വൈഫ് റാണിയുണ്ട്. റാണി വിഡോയായി. റാണി ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കുട്ടിയുടെ പേര് ആനന്ദ്-റാവു. ഒരു ആൺകുട്ടീനെ അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ ആൺകുട്ടി അഡോപ്റ്റ് ചെയ്ത കുട്ടിയാണ്, ദത്തെടുത്തതാണ്. ഈ ദത്തെടുത്ത കുട്ടിക്ക് ലോഫുൾ സക്സസർ അല്ല, റെക്കഗ്നൈസ് ചെയ്യുന്നില്ല ബ്രിട്ടീഷുകാർ. അത് ലോഫുൾ സക്സസറായിട്ട്, ശരിക്കുള്ള അവകാശിയായിട്ട് എന്ത് ചെയ്യുന്നില്ല, റെക്കഗ്നൈസ് ചെയ്യാണ്ട് വരുമ്പോൾ ബ്രിട്ടീഷുകാർ അത് പിടിച്ചടക്കാൻ പോകുന്നു. അപ്പോൾ റാണി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തു. അതാണ് ഝാൻസി റാണിയുടെ സ്റ്റോറി. അതൊക്കെ ഇനി വരും. അപ്പോൾ അങ്ങനെ ആദ്യം
സ്ട്രെയിറ്റ് യുദ്ധം വഴി സ്ഥലങ്ങൾ പിടിച്ചെടുക്കുക. രണ്ടാം സബ്സിഡറി അലയൻസ്, പ്രിൻസിലി സ്റ്റേറ്റായിട്ട് ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ സോവറീനിറ്റി പോവുക. പിന്നെ അടുത്തത് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് വഴി സ്ഥലങ്ങൾ പിടിച്ചെടുക്കുക. ഇനി അടുത്തത് നാലാമത്തെ കൊടുത്തിരിക്കുന്നത് ആൻഡ് ഓൺ ദ അലജഡ് മിസ്റൂൾ. ഒരു സ്ഥലം മര്യാദയ്ക്ക് ഭരിക്കുന്നില്ല, നിങ്ങൾ ഇവിടെ ശരിക്കും കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം, അത് പിടിച്ചെടുത്ത് ഞങ്ങൾ നേരെയായിട്ട് ഭരിച്ചോളാം എന്നുള്ള രീതിയിൽ മിസ്റൂൾ പ്രകാരം എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാർ പിടിച്ചടക്കാണ്. ഉദാഹരണം പറയുന്നത് അവധിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അവധ് എന്ന് പറഞ്ഞ സ്ഥലം എന്ത് ചെയ്യുന്നു, 1856 സബ്സിഡറി അലയൻസിൽ വരുന്നുണ്ട്, സബ്സിഡറി അലയൻസായി വരുന്നു. പക്ഷേ മിസ്റൂൾ അവരെ മര്യാദയ്ക്ക് ആൾക്കാർ ഭരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്, അത് പിടിച്ചെടുക്കുകയാണ്. ലോർഡ് ഡാൽഹൗസിയാണ് എന്ത് ചെയ്യുന്നത്, അവധ് പിടിച്ചെടുക്കുന്നത്. അവധിൽ ശരിക്ക് മര്യാദയ്ക്ക് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ലോർഡ് ഡാൽഹൗസിയാണ് എന്ത് ചെയ്യുന്നത്, ആ സ്ഥലം പിടിച്ചെടുക്കുന്നത്. അങ്ങനെ കച്ചവടത്തിന് വേണ്ടി വന്ന ബ്രിട്ടീഷുകാർ ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബത്സർ, അതിനുശേഷം ഇങ്ങനെ സ്ട്രെയിറ്റ് യുദ്ധം വഴി, അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് വഴി, അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് വഴി, അല്ലെങ്കിൽ മിസ്റൂൾ, ഇവിടെയൊന്നും സ്ഥലങ്ങളിൽ രാജാക്കന്മാർ മര്യാദയ്ക്ക് ഭരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്ഥലങ്ങൾ പിടിച്ചെടുത്തു. അപ്പോൾ ഇവിടുത്തെ ഈ രാജാക്കന്മാരുടെ ഒക്കെ അധികാരം പോയി. അങ്ങനെ കുറേ പേരുടെ അധികാരം പോയപ്പോൾ ഇവർക്കൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു വികാരം വരികയാണ്. ആ ഒരു ദേഷ്യവും ആ ഒരു കാര്യം ഒക്കെ കൂടിയിട്ടാണ് 1857 റിവോൾട്ട് ഫോം ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. അപ്പം അനക്സേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, ഇങ്ങനെ നാട്ടുരാജ്യങ്ങൾ പിടിച്ചടക്കുന്നത് ഈ 1857 റിവോൾട്ട് ഉണ്ടാവാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നു. അടുത്ത ഞാൻ ഗൈഡിൽ കൊടുത്തിരിക്കുന്നത് റൂളിംഗ് പോളിസീസ്. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇഗ്നോർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് പ്ലേസ് ഓഫ് കിങ്സ് നവാബ്. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പം, അതായത് ഈ നാട്ടുരാജാക്കന്മാരുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ആരും നോക്കുന്നില്ല, ഈസ്റ്റ് ഇന്ത്യ കമ്പനി നോക്കിയില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല, അവർ വന്ന് പിടിച്ചടക്കാന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നില്ല, ഇവരുടെ ഇൻട്രസ്റ്റ്, നാട്ടുരാജാക്കന്മാർക്ക് എന്താണ് ഇൻട്രസ്റ്റ്, അതൊന്നും ഒക്കെ ഇഗ്നോർ ചെയ്തു. അത് കാര്യം പറയുന്നുണ്ട്. അതേപോലെ ഗവൺമെൻറ് പോസ്റ്റ്, എല്ലാ മെയിൻ പോസ്റ്റുകളൊക്കെ ആരുടെ, മോണോപോളി ഓഫ് ബ്രിട്ടീഷ് പീപ്പിളാണ്, ബ്രിട്ടീഷ് ആൾക്കാരുടെ കുത്തകയാണ്, ഇന്ത്യക്കാർക്ക് ജോലികളും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. പിന്നെ കുറേ പേര് പേടിച്ചു, കാരണം 1856 അവധ് പിടിച്ചടക്കുന്നത് മിസ്റൂൾ എന്ന പ്രകാരം. അപ്പോൾ ബാക്കി എല്ലാവരും റൂളേഴ്സും പേടിച്ചു, കാരണം ഇത് പ്രകാരം ഇനി ഞങ്ങളുടെയൊക്കെ സ്ഥലം പിടിച്ചെടുക്കുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. അപ്പോൾ റൂളിംഗ് പോളിസീസും എന്തായി, ഈ ഒരു 1857 റിവോൾട്ട് ഉണ്ടാക്കാനുള്ള കാരണമായി. ഇനി അടുത്തത് എക്കണോമിക് കോസസാണ്. എക്കണോമിക് കോസസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇവിടെയുള്ള റിസോഴ്സ് മൊത്തം എക്സ്പ്ലോയിറ്റ് ചെയ്തു. നമുക്കറിയാം, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, 1600 ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് വരുമ്പോൾ ഇന്ത്യയിൽ നല്ല നല്ല പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയമാണ് 1600. അപ്പം ഇവിടെ വന്നിട്ട് ഫൈനൽ ഗുഡ്സ് എടുത്തുകൊണ്ട് പോയിട്ട് എവിടെ വിൽക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം, ബ്രിട്ടനിൽ കൊണ്ടുപോയി വിൽക്കുക. അപ്പോൾ ഇവിടുന്ന് ബൾക്കായിട്ട് പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് പോകുന്നു, എവിടെ പോയി വിൽക്കുന്നു, ബ്രിട്ടനിൽ വിൽക്കുന്നു. അപ്പോൾ ബ്രിട്ടനിൽ വിൽക്കുമ്പം അവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ബ്രിട്ടനിലുള്ള ആൾക്കാർ ഏത് പ്രൊഡക്ട്സാണ് വാങ്ങുന്നത്, ഇന്ത്യൻ പ്രൊഡക്ട്സാണ് ആൾക്കാർ വാങ്ങുന്നത്, കാരണം ഇന്ത്യൻ പ്രൊഡക്ട്സിനാണ് ക്വാളിറ്റി ഉള്ളത്. അപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നിന്ന് പ്രൊഡക്ട്സ് എടുത്ത് ബ്രിട്ടനിൽ വിൽക്കുന്നു. ബ്രിട്ടനിൽ വിറ്റപ്പം ബ്രിട്ടനിലുള്ള ആൾക്കാർ ഇന്ത്യൻ പ്രൊഡക്ട്സ് വാങ്ങാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ ബ്രിട്ടീഷ് കമ്പനികൾ ചെറുതായിട്ട് തകരാൻ തുടങ്ങി, കാരണം ആൾക്കാരെല്ലാവരും ഇന്ത്യൻ പ്രൊഡക്ട്സ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവരുന്ന ഇന്ത്യൻ പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ. പക്ഷെ അപ്പം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രൊഡക്ട്സിന് ടാക്സ് കൂട്ടി, വില കൂട്ടി. ഇന്ത്യയിൽ നിന്ന് പ്രൊഡക്ട്സ് കൊണ്ടുവരുന്നതിന് ടാക്സ് കൂട്ടിയപ്പോൾ അതിൻ്റെ വില കൂടിയപ്പം ആൾക്കാർക്ക് ഓപ്ഷനേ, വില കൂടി ഇന്ത്യൻ പ്രൊഡക്ട്സ് വാങ്ങണോ അതോ ബ്രിട്ടീഷ് പ്രൊഡക്ട്സ് വാങ്ങണോ. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ വന്നപ്പോൾ കുറേ ആൾക്കാർ എന്ത് വാങ്ങാൻ തുടങ്ങി, ബ്രിട്ടീഷ് പ്രൊഡക്ട്സ് വാങ്ങാൻ തുടങ്ങി. കുറേ പൈസയുള്ളവർ ഇന്ത്യൻ പ്രൊഡക്ട്സ് വാങ്ങും. ആ രീതിയിൽ ഒരു എക്കണോമിക്സ് രീതിയിൽ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എന്തായി, ബ്രിട്ടനിലെ ഇൻഡസ്ട്രീസ് തകർന്നില്ല, കാരണം ബ്രിട്ടൻ പ്രൊഡക്ട്സും ആൾക്കാർ വാങ്ങുന്നുണ്ട്, കുഴപ്പമുണ്ടായില്ല. അതിന് 1600 ശേഷം അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങനെ പോയി 1760 ശേഷം നമ്മൾ പഠിച്ചു ഏറ്റവും വലിയൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞാൽ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. മെഷീൻസ് ഫോം ചെയ്ത് മെഷീൻസ് വഴി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യവസായ വിപ്ലവം സംഭവിക്കുകയാണ്. കൈവച്ചുണ്ടാക്കുന്നത് മെഷീൻസ് വെച്ചുണ്ടാക്കാം എന്നുള്ളൊരു കണ്ടുപിടുത്തത്തിലേക്ക് എത്തുകയാണ്. അത് കണ്ടുപിടിച്ച കാര്യങ്ങൾ റിസർച്ചൊക്കെ ചെയ്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സംഭവിക്കുന്നത് ബ്രിട്ടനിലാണ്. 1760 ശേഷം ബ്രിട്ടീഷുകാർ അതിനുശേഷം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു 1760 ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, 1757 ബാറ്റിൽ ഓഫ് പ്ലാസി ഉണ്ട്. ബാറ്റിൽ ഓഫ് പ്ലാസി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് എന്തായി, ആ ബംഗാളിൻ്റെ ഏരിയ കൺട്രോളായി. അതിൻ്റെ 1760 ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, 1764 ബാറ്റിൽ ഓഫ് ബത്സർ കഴിഞ്ഞപ്പോൾ
ബംഗാൾ, ബീഹാർ, ഒറീസ മൊത്തം ആരുടെ കയ്യിലായി? ബ്രിട്ടൻ്റെ കയ്യിലായി. ദിവാനി അധികാരം കിട്ടി. ദിവാനി അധികാരം ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരുന്നു. ടാക്സ് കളക്ട് ചെയ്യുക, അതേപോലെ അവിടെ നിയമങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെ ഈ ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വരികയാണ്. അപ്പോൾ 1764 അതിന് ശേഷം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഫൈനൽ ഗുഡ്സ് എടുത്തുകൊണ്ട് പോവാണ്ട് ഇവരെന്ത് ചെയ്യാണ്? ഇവിടുന്ന് റോ മെറ്റീരിയൽസ് കൊണ്ടുപോവാണ്. അതായത് മരം കൊണ്ടുപോവാണ്, അല്ലെങ്കിൽ തുണി ഫുൾ എടുത്തുകൊണ്ട് പോകാണ്ട് കോട്ടണും പഞ്ഞി ഇതൊക്കെ എടുത്തുകൊണ്ട് പോവാണ്. എന്നിട്ട് എവിടേക്ക് കൊണ്ടുപോയി? ബ്രിട്ടനിൽ കൊണ്ടുപോയിട്ട് അവരെന്ത് ചെയ്തു? മെഷീൻസ് വെച്ചിട്ട് എന്തുണ്ടാക്കുകയാണ്? ഫൈനൽ ഗുഡ്സ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഫൈനൽ ഗുഡ്സ്. അപ്പോൾ ഇവിടുന്ന് വേഗം മരങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ മെഷീൻസ് ഉദാഹരണമാണ് ഞാൻ മരങ്ങളുടെ കഥ പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യമൊക്കെ വന്നത് ഈ തുണി ഉണ്ടാക്കുന്നത് നമ്മൾ കൈവച്ചിട്ടായിരുന്നു. പക്ഷെ അവിടെ സ്പിന്നിങ് ജെന്നി എന്നൊക്കെ പറഞ്ഞിട്ട് മെഷീൻസ് വെച്ചിട്ട് തുണി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടുന്ന് റോ മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് പോയിട്ട് ബ്രിട്ടനിൽ പോയിട്ട് ഫൈനൽ ഗുഡ്സ് ആക്കിയിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കാൻ തുടങ്ങി. അപ്പോൾ മെഷീൻസ് വെച്ച് ഉണ്ടാക്കുമ്പോൾ എന്താണ്? സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ സ്പീഡിൽ ഉണ്ടാക്കിയിട്ട് ഒറ്റയടിക്ക് കുറേ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇന്ത്യയിൽ കൊണ്ട് തിരിച്ചു വന്ന് വിൽക്കാൻ തുടങ്ങി. അപ്പം എവിടുത്തെ ഇൻഡസ്ട്രീസ് തകരാൻ തുടങ്ങി? ഇന്ത്യയിലെ ഇൻഡസ്ട്രീസ് തകരാൻ തുടങ്ങി. കാരണം നമ്മളെക്കാട്ടും പെട്ടെന്ന് പ്രൊഡക്ട്സ് മെഷീൻസ് വെച്ചുണ്ടാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ ആൾക്കാർ ഏത് വാങ്ങാൻ തുടങ്ങി? ബ്രിട്ടനിലെ പ്രൊഡക്ട്സ് വാങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ ടാക്സ് ഉയർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രിട്ടനിലെ പ്രൊഡക്ട്സിന് വില കൂടും. അപ്പോൾ നമുക്ക് ഇന്ത്യൻ പ്രൊഡക്ട്സ് വാങ്ങാം. പക്ഷേ ഈ സമയമായപ്പം ഈ ബംഗാൾ, ബീഹാർ, ഒറീസ ഈ പ്രദേശങ്ങളും മറ്റു പ്രദേശങ്ങളൊക്കെ ബ്രിട്ടൻ്റെ കയ്യിലുമായി. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യില്ല? ടാക്സ് കൂട്ടില്ല. ദിവാനി പവർ ബ്രിട്ടനിലാണല്ലോ ഇരിക്കുന്നത്. ബ്രിട്ടനാണ് ടാക്സ് കൂട്ടാൻ കുറയ്ക്കാമൊക്കെ ചെയ്യാനുള്ള അധികാരം. അപ്പം ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തില്ല? ടാക്സ് കൂട്ടിയില്ല. ബ്രിട്ടൻ പ്രൊഡക്ട്സിന് ടാക്സ് കൂട്ടേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇന്ത്യൻ പ്രൊഡക്ട്സ് ആൾക്കാർ വാങ്ങാണ്ടായി. അപ്പോൾ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് മൊത്തം തകരാൻ തുടങ്ങി. അങ്ങനെ ആൾക്കാർ ബ്രിട്ടീഷ് റെഡിമെയ്ഡ് ഗുഡ്സ് ആണ് വാങ്ങുന്നത്. ഇന്ത്യൻ പ്രൊഡക്ട്സ് ആൾക്കാർ വാങ്ങാണ്ടുമായി. ഇന്ത്യൻ ഇൻഡസ്ട്രീസ് മൊത്തം തകരാൻ തുടങ്ങി. നമുക്കിത് നോക്കുമ്പോൾ അറിയാം, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ബ്രിട്ടനിൽ സംഭവിച്ചു. അതിനുശേഷം ഇന്ത്യയിൽ അധികാരം ആർക്ക് കിട്ടി? ബ്രിട്ടന് കിട്ടി. അങ്ങനെയാണ് ഇന്ത്യൻ ഇൻഡസ്ട്രീസും ഇന്ത്യ ആകെ ഇനിയുള്ള കാലഘട്ടങ്ങൾ എന്നൊക്കെയെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഒരു മാർക്കറ്റാക്കി മാറ്റുകയാണ് ചെയ്തത്. ബ്രിട്ടനിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് മൊത്തം ഇവിടെ കൊണ്ട് വിൽക്കാനുള്ള ഒരു സ്ഥലം ആക്കി മാറ്റി. അങ്ങനെ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് തകർന്നു. അപ്പോൾ ഈ ഒരു എക്കണോമിക് കോസസും ഈ 1857 റിവോൾട്ടിന്, അതായത് വ്യവസായങ്ങൾ തകർന്നു എന്നുള്ള ഒരു വ്യവസായികളും അവരൊക്കെ ബ്രിട്ടനെതിരെ തിരിയാൻ കാരണമായി. ഇനി അടുത്തത് സോഷ്യോ റിലീജിയസ് കോസസ് ആണ്. സോഷ്യോ റിലീജിയസ് കോസസിൽ വരുന്നത് ഒന്ന് അബോളിഷൻ ഓഫ് സതിയാണ്. ആ കാലഘട്ടങ്ങളിൽ, അതായത് സതി അബോളിഷ് ചെയ്ത് 1829 ആണ്. സതി എന്താന്ന് അറിയാമെന്ന് വിചാരിക്കുകയാണ്. അതായത് ഹസ്ബൻഡ് മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഫ് എന്ത് ചെയ്യണം? ആ ഒരു ഹസ്ബൻഡിനെ ദഹിപ്പിക്കുന്ന ചിതയിൽ ചാടി മരിക്കണം. അതാണ് സതി എന്ന് പറഞ്ഞ ഒരു ആചാരം. അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ബ്രിട്ടീഷുകാർ വന്നപ്പം ഇതൊക്കെ ഒരു ഭയങ്കര നെഗറ്റീവായിട്ട് കണ്ടിട്ട് ഇതൊക്കെ എന്ത് ചെയ്തു? സതി അബോളിഷ് ചെയ്തു. ഭയങ്കര ക്രൂരമായ ഒരു ഏർപ്പാടാണല്ലോ അത്. അപ്പം അബോളിഷൻ ഓഫ് സതി നടന്നു. അത് 1829 അതേപോലെ തന്നെ വിഡോ റീമാരേജ് കൊണ്ടുവന്നു. ഹസ്ബൻഡ് മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് വീണ്ടും കല്യാണം കഴിക്കാം. അത് 1856. അതേപോലെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ടു ഗേൾസ്, സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു. പക്ഷെ ഇതൊക്കെ സമൂഹത്തിലെ കുറച്ചൊരു ഓർത്തഡോക്സ് ആയി നിൽക്കുന്നവർക്ക് അത് അത്ര പിടിച്ചില്ല. അപ്പോൾ ആ ഒരു സോഷ്യോ റിലീജിയസ് കോസസ് ഉണ്ട്. ഈ അബോളിഷൻ ഓഫ് സതിയും ഈ കാര്യങ്ങളൊക്കെ ആ സമൂഹത്തിൽ ഇത് നമ്മുടെ ആചാരമായിട്ട് നിന്നിരുന്ന കാര്യങ്ങളാണ്. സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതൊന്നും അന്ന് അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ റിലീജിയസ് കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെടാൻ തുടങ്ങി എന്നുള്ളൊരു തോന്നൽ ഒരു കാരണമാക്കി. അതേപോലെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഇവിടെ കാസ്റ്റിൽ ഡിവിഷൻസ് ഉണ്ടായിരുന്നു. ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യ, ശൂദ്ര എന്ന് പറഞ്ഞ ക്ലാസ് ഡിവിഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഓരോരുത്തർ ക്ലാസ് ഡിവിഷനിലിരിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ വന്നിട്ട് എന്തായി? ഈ പറഞ്ഞ എല്ലാ ജാതിക്കാരെയും താഴ്ന്നതായിട്ട് കാണാൻ തുടങ്ങി. അവരൊക്കെ താഴ്ന്നതായിട്ട് കാണാൻ തുടങ്ങി. അങ്ങനെ ബ്രിട്ടീഷുകാർ ഭയങ്കര റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു. കാരണം അവർ വൈറ്റ് വലിയ ആൾക്കാർ മറ്റൊരു താഴെ എന്നുള്ള രീതിയിൽ. അപ്പോൾ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറീസ്, കുറേ കൺവേർഷനും കാര്യങ്ങളും, ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ പ്രവർത്തനവും എന്തായി? ഈ ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ നീങ്ങാനുള്ള കാരണങ്ങളായി. അപ്പോൾ ഇതും ഈ ഒരു റിലീജിയസ് കാരണങ്ങൾ എന്തിനുണ്ട്? ഈ റിവോൾട്ട് ഓഫ് 1857
ഉണ്ടാകാനിടയാക്കി. അടുത്തൊരു റീസൺ ഞാൻ കൊടുത്തിരിക്കുന്നത് ലോ ഓഫ് പ്രോപ്പർട്ടിയാണ്. അതിൽ റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് ഓഫ് 1850 അത് പാസ്സാക്കി. അതൊരു ഹിന്ദു ലോ ഓഫ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ആ ഒരു നിയമം മാറ്റി. അതായത് ഒരു ഹിന്ദു മതത്തിലെ ഒരാൾ വേറെ മതത്തിലേക്ക് കൺവേർട്ട് ആവുകയാണ്. വേറൊരു മതത്തിലേക്ക് കൺവേർട്ട് ആയാലും ആ കൺവേർട്ട് ആയ ആൾക്കും അച്ഛൻ്റെ പ്രോപ്പർട്ടിയിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നു. അതാണ് റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട്. അപ്പോൾ അത് പ്രകാരം എന്തായി, ഇപ്പം ഞാൻ വേറൊരു മതത്തിലേക്ക് മാറിയാലും കുഴപ്പമില്ല, എനിക്ക് അച്ഛൻ്റെ പ്രോപ്പർട്ടിയിൽ അവകാശമുണ്ട്. അപ്പോൾ അതൊരു ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറാൻ, മതപരിവർത്തനത്തിന് മാറാനുള്ളൊരു നിയമമായിട്ട് ആര് കണ്ടു? ഇന്ത്യൻ സമൂഹം കണ്ടു. അപ്പോൾ ലോ ഓഫ് പ്രോപ്പർട്ടി അതൊരു റീസണാണ്. ഇനി അടുത്ത റീസൺ എന്ന് പറയുന്നത് മിലിറ്ററി കോസസ് ആണ്. മിലിറ്ററി കോസസ് എന്ന് പറയുമ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചത്, ബ്രിട്ടീഷുകാർ ഞാൻ ആദ്യം ക്ലാസ്സിലെടുത്തപ്പം മാപ്പിൽ പറഞ്ഞത് ബ്രിട്ടീഷുകാർ ചെറിയൊരു രാജ്യമാണ്, ഇന്ത്യ വളരെ വലുതാണ്. അന്നത്തെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഒക്കെ അങ്ങനെയുള്ളൊരു വലിയൊരു രാജ്യമാണ് ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചത് ഇന്ത്യൻ പട്ടാളക്കാർ വെച്ചിട്ട് തന്നെയാണ്. ബ്രിട്ടീഷുകാർ ആ കൂടി കുറച്ച് പോപ്പുലേഷനേ ഉള്ളൂ. അവരെന്ത് ചെയ്തു, ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യക്കാരെന്താക്കി പട്ടാളത്തിൽ ചേർത്തു. അങ്ങനെ ഇന്ത്യൻ സെപ്പോയ്സ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരപ്പം മെയിൻ പോസ്റ്റിലൊക്കെ ബ്രിട്ടീഷുകാരാണെങ്കിലും സാധാ ഇതിലൊക്കെ ഇന്ത്യക്കാരും ഉണ്ട്. എന്നിട്ട് അവർക്ക് സാലറി കൊടുക്കുന്നു. അങ്ങനെ അപ്പോൾ ഈ ഇന്ത്യൻ സെപ്പോയ്സ്, അതാണ് ഇന്ത്യൻ പട്ടാളക്കാർ. ഇന്ത്യൻ സെപ്പോയ്സിന് സാലറി കുറവായിരുന്നു, അവർ നല്ല വീടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കാരണം പറയുന്നു. അതേപോലെ ഓരോ റിലീജിയസ് മാർക്കുകൾ, ഹിന്ദുസിനാണെങ്കിൽ കുറി തൊടുക, സിഖുകാർക്ക് താടി, അങ്ങനെ ഒരു പട്ടാളത്തിൽ ഇതൊന്നും പാടില്ലല്ലോ. പട്ടാളത്തിൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പം ഇന്ത്യൻ സെപ്പോയ്സിന് ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ റിലീജിയസ് ഇഷ്യൂസ് ഉണ്ടാക്കി. കാരണം ഇന്ത്യൻ പട്ടാളക്കാർക്ക് അതൊന്നും അത്ര പിടിച്ചില്ല. അതേപോലെ തന്നെ പുതിയൊരു ജനറൽ സർവീസസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് കൊണ്ടുവന്നു. അതായത് ആ കാലഘട്ടങ്ങളിൽ ബ്രാഹ്മിൺസിന് ഈ കടൽ കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജാതി നഷ്ടമാവും. അങ്ങനെ ഒരു നിഷിദ്ധമായിരുന്നു, കടൽ കടക്കുക എന്നുള്ളത് ഈ ബ്രാഹ്മിൺസിന് നിഷിദ്ധമായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് ഇതൊന്നും വിഷയമാണ്. ബ്രിട്ടീഷുകാർക്ക് ഈ സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം കോളനിയാക്കുകയാണ്. ഇന്ത്യ മാത്രമല്ല, ഈ സമയങ്ങളിൽ ലോകം ഫുള്ള് പിടിച്ചടക്കുന്ന സമയമാണ് ബ്രിട്ടീഷുകാർ ഈ സമയം. അപ്പോൾ ഇവർക്കാണെങ്കിൽ പട്ടാളക്കാരെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഇന്ത്യൻ പട്ടാളക്കാരെ എവിടേക്ക് മറ്റ് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. പക്ഷേ നമ്മുടെ ഇടയിലുള്ള വിശ്വാസം എന്താണ്, ഈ കടൽ കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാതി പോകും എന്നുള്ളൊരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നപ്പം ബ്രാഹ്മിൺ സോൾജേഴ്സും അവരും പേടിച്ചു, അവരുടെ ജാതി പോവാണ്, അവരുടെ ലൈഫിനെയും ബാധിക്കുന്നു. അപ്പോൾ ഈ മിലിറ്ററി കോസ് എന്ന് പറയുന്നത് ഈ കാരണങ്ങളാണ്. അതുപോലെ തന്നെ ഒരു കാരണം കൂടിയുണ്ട്, അതായത് സാലറി കുറവായിരുന്നു. ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് നല്ല സാലറിയും, എന്നാൽ ഈ ബ്രിട്ടീഷ് പട്ടാളത്തിൽ തന്നെയുള്ള ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ഉള്ളിലുള്ള ഇന്ത്യക്കാർക്ക് സാലറി കുറവാണ്, ഇന്ത്യൻ സെപ്പോയ്സിന് സാലറി കുറവാണ്. അതൊരു കാരണമുണ്ട്. ഇനി അടുത്ത് കൊടുത്തിരിക്കുന്നത് ഇമ്മീഡിയറ്റ് കോസ്. ഈ റിവോൾട്ട് ഉണ്ടാവാനുള്ള ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് 1857 റിവോൾട്ട് ഉണ്ടാകുന്നത്. 1856 ബ്രിട്ടീഷുകാർ പുതിയൊരു തോക്ക് കൊണ്ടുവരികയാണ്, ന്യൂ എൻഫീൽഡ് റൈഫിൾ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ തോക്ക് എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങനെ വെടിവെക്കുക എന്നുള്ളതാണ്. പക്ഷേ പണ്ടത്തെ തോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു വലിയൊരു കുഴൽ പോലൊരു സംഭവം ഉണ്ടാവും, അതിൽ വെടിയുണ്ട ഇടും. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു കാട്രിഡ്ജ് ഇങ്ങനെ കടിച്ച് പൊട്ടിച്ചിട്ട് ആ ഗ്രീസ് അതിലേക്ക് ഒഴിക്കും. എന്നിട്ട് ഇതിങ്ങനെ കുത്തി നിറച്ചിട്ടാണ് എന്ത് ചെയ്യുക, വെടിവെക്കുക. സമയമെടുക്കും. അതായിരുന്നു പ്രോസസ്സ്. അപ്പോൾ ആ ലോഡിങ് പ്രോസസ്സിൽ ഒരു കാട്രിഡ്ജ് ഉണ്ടായിരുന്നു. ആ കാട്രിഡ്ജ് ഇങ്ങനെ കടിച്ചിട്ട് വേണം, പൊട്ടിച്ചിട്ട് വേണം അത് ഇതാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഒരു റൂമർ സ്പ്രെഡ് ചെയ്തു. ജനുവരി 1857 റൂമർ വരുന്നത്. അതായത് ഈ കടിച്ചു പൊട്ടിക്കുന്ന കാട്രിഡ്ജിൽ ഗ്രീസാണ്, ഫ്രിക്ഷൻ കുറയ്ക്കാനായിരിക്കാം. എന്നിട്ട് ഉണ്ട കയ്യിലിടും, എന്നിട്ട് കുത്തി നിറച്ചിട്ട് വെടിവെക്കുക. അതിൽ നെയ്യുണ്ട്, ഫാറ്റുണ്ട്, ഫാറ്റ് ഓഫ് കൗ ആൻഡ് പിഗ്, പശുവിൻ്റെയും പന്നിയുടെയും ഫാറ്റ് വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് എന്നുള്ളൊരു റൂമർ വന്നു തുടങ്ങി. ഇതാണ് ഇമ്മീഡിയറ്റ് കോസ്. ഇത് ഇമ്മീഡിയറ്റ് കോസ് ആവാനുള്ള കാരണം എന്താ, പശു എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിന് സേക്രഡ് ആണ്. അതേപോലെ തന്നെ പിഗ് എന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിംസിന് നിഷിദ്ധമായ ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു തോക്ക് കൊണ്ടുവന്നപ്പം ഇവിടുത്തെ ഹിന്ദുസും മുസ്ലിംസും ആകെ പേടിച്ചു. കാരണം ഈ ഒരു ഇത് പ്രകാരം നമ്മുടെ റിലീജിയനെ തന്നെ നേരിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ബ്രിട്ടീഷുകാർ ചെയ്യുന്നത്. അപ്പം ഇതാണ്, ഇങ്ങനെ ഒരു പുതിയ തോക്ക് കൊണ്ടുവന്നു. ഇതാണ് ഈ റിവോൾട്ട് തുടങ്ങാൻ പെട്ടെന്ന് ഇങ്ങനെ കുറേയൊക്കെ ബ്രിട്ടീഷുകാർ വന്നു ഇവിടെ ഇങ്ങനെ ഭരിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു.
ആകെ പ്രശ്നത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇമ്മീഡിയറ്റ് കോസ്, പെട്ടെന്നുള്ള കോസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു മെയിനായിട്ട് റിലീജിയൻ തന്നെയാണ് കൗ ആൻഡ് പിഗ്. അതിൻ്റെ രണ്ടിൻ്റെ നെയ് ഈ പുതിയൊരു തോക്കിൽ കൊണ്ടുവന്നു. ഇങ്ങനെ ഒരു റൂമർ സ്പ്രെഡ് ചെയ്തു. ഇതാണ് ഈ റിവോൾട്ട് ഓഫ് 1857 സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇമ്മീഡിയറ്റ് കോസ്. ഇനി അടുത്തത് ഞാൻ ഗൈഡിൽ കൊടുത്തിരിക്കുന്നത് ബിഗിനിങ് ഓഫ് ദ അപ്രൈസിംഗ് ആണ്. റിവോൾട്ട് ഓഫ് 1857 തുടങ്ങാൻ പോവാണ്. മംഗൽ പാണ്ഡെ, ആ ഒരു പേരാണ് ഞാൻ ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. മംഗൽ പാണ്ഡെ ഇമ്പോർട്ടൻ്റ് ആളാണ്. മംഗൽ പാണ്ഡെ പഠിച്ചു വെക്കണം. മംഗൽ പാണ്ഡെ റിലേറ്റ് ചെയ്ത ഫാക്ട്സ് അറിഞ്ഞിരിക്കണം. 26 ഫെബ്രുവരി 1857 എന്ത് ചെയ്തു, ബംഗാളിൽ ബഹ്റാംപൂരിൽ ഈ തോക്ക് ഉപയോഗിക്കാൻ വിസമ്മതിച്ചു മംഗൽ പാണ്ഡെ. കാരണം ഇതിലെന്തുണ്ട്, മംഗൽ പാണ്ഡെ ഹിന്ദു ആയിരുന്നു, പശുവിൻ്റെ നെയ്യ് ഉപയോഗിച്ചിട്ടാണ് കാട്രിഡ്ജ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് ആള് ഈ തോക്ക് ഉപയോഗിക്കാൻ വിസമ്മതിച്ചു. അതിനുശേഷം 29 മാർച്ച് 1857 മംഗൽ പാണ്ഡെയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരെ അറ്റാക്ക് ചെയ്തു. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരു സിനിമയുണ്ട്, മംഗൽ പാണ്ഡെ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ഹിന്ദി സിനിമ. നല്ല സിനിമയാണ്. അത് കണ്ടാൽ ഈ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ 29 മാർച്ച് 1857 മംഗൽ പാണ്ഡെ അറ്റാക്ക് ചെയ്തു, ബ്രിട്ടീഷുകാരെ അറ്റാക്ക് ചെയ്തു. ആദ്യമായിട്ടാണ് ബ്രിട്ടീഷുകാർ 1600 വന്ന് ബ്രിട്ടീഷുകാരെ അറ്റാക്ക് ചെയ്യുന്ന ആദ്യമായിട്ടാണ്, അത് ഇന്ത്യൻ പട്ടാളക്കാർ. പക്ഷേ മംഗൽ പാണ്ഡേനെ എന്ത് ചെയ്തു, എക്സിക്യൂട്ടഡ്, തൂക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. കോർട്ട് മാർഷലിനെ തൂക്കിക്കൊന്നു. അപ്പം ഫസ്റ്റ് രക്തസാക്ഷി റിവോൾട്ട് ഓഫ് 1857 ഫസ്റ്റ് രക്തസാക്ഷി, ഫസ്റ്റ് മാർട്ടിയർ ഓഫ് റിവോൾട്ട് ഓഫ് 1857 എന്ന് പറയുന്നത് ഈ മംഗൽ പാണ്ഡേനെയാണ്. ഇങ്ങനെ ഒരു സംഭവത്തിന് ശേഷവും കുറേ പട്ടാളക്കാർ ഈ തോക്ക് ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും പല സ്ഥലങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ഈ ക്ലാസ്സിൽ ഇത്രയും ടോപ്പിക്കാണ് എടുക്കാൻ വിചാരിച്ചത്. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് തുടങ്ങാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്. റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ റീസൺസ് ഓഫ് ദ റിവോൾട്ടാണ്. ബ്രിട്ടീഷുകാർ 1600 വന്നു, ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചു തുടങ്ങി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് കേട്ടോ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് വരുന്നത്, കമ്പനി എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതിൻ്റെ റീസൺസ് ഫോർ ദ റിവോൾട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഏതാണ്, അനക്സേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുകയാണ്. 4 രീതിയിൽ പിടിച്ചടക്കിയെന്നാണ് നമ്മൾ പറഞ്ഞത്. സ്ട്രേറ്റ് യുദ്ധം, അതേപോലെ സബ്സിഡറി അലയൻസ് പറഞ്ഞു, ഡോക്ട്രിൻ ഓഫ് ലാബ്സ് പറഞ്ഞു, അല്ലെങ്കിൽ മിസ് റൂൾ, മര്യാദയ്ക്ക് ഭരിക്കുന്നില്ല. ഈ രീതിയിലൊക്കെ ബ്രിട്ടീഷുകാർ പിടിച്ചടക്കാൻ തുടങ്ങി. അപ്പോൾ നാട്ടുരാജാക്കന്മാർക്കൊക്കെ ബ്രിട്ടീഷുകാർക്കോട് എതിർപ്പ് വന്നു. പിന്നെ റൂളിംഗ് പോളിസീസ്, ഹയർ പോസ്റ്റ്, എല്ലാ ഉയർന്ന പോസ്റ്റും കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാർക്കാണ്, ഇന്ത്യക്കാർക്കില്ല, അത് പറഞ്ഞു. എക്കണോമിക് കോസ് പറഞ്ഞു. എക്കണോമിക് കോസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എങ്ങനെയാണെന്നുള്ളത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അതിലൊരു മെയിൻ സംഭവമാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം ഇന്ത്യ ബ്രിട്ടൻ്റെ കയ്യിലുമായി. അപ്പം ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് വഴി മെഷീൻ മെയ്ഡ് ഗുഡ്സ് ഫുള്ള് ബ്രിട്ടീഷുകാരുണ്ടാക്കുന്നു, നേരെ ഇവിടെ വന്ന് വിൽക്കുന്നു. നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് മൊത്തം തകർന്നു പോകുന്നു. നമുക്ക് ബ്രിട്ടീഷ് പ്രൊഡക്ട്സിന് ടാക്സ് കൂട്ടാൻ പറ്റുന്നില്ല, ബ്രിട്ടീഷ് പ്രൊഡക്ട്സിൻ്റെ വാല്യൂ കൂട്ടാൻ പറ്റുന്നില്ല, കാരണം ഭരിക്കുന്നതും ബ്രിട്ടീഷുകാരാണ്. പിന്നെ സോഷ്യോ റിലീജിയസ് കോഴ്സ് പറഞ്ഞു. അതിൽ അബോളിഷൻ ഓഫ് സതി, അത് എപ്പോഴാണ് വർഷം എന്ന് ഓർത്ത് വെക്കണം. വിഡോ റീമാരേജ് ആക്ട് ഉണ്ട്, ഗേൾസിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. ഇതൊന്നും ഓർത്തഡോക്സ് ആയ ഇന്ത്യൻ സമൂഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ പ്രവർത്തനം ഇഷ്ടമായില്ല. പിന്നെ ലോ ഓഫ് പ്രോപ്പർട്ടി പറഞ്ഞു. അതേപോലെ മിലിറ്ററി കോസസ് പറഞ്ഞു. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചത് ഏകദേശം ഇന്ത്യക്കാർ വെച്ചിട്ട് തന്നെയാണ്. ഇന്ത്യൻ പട്ടാളക്കാർ എന്ത് ചെയ്യില്ല, അവർക്ക് മര്യാദയ്ക്ക് പൈസ കൊടുക്കുന്നില്ല, അവർക്ക് ആ ഒരു ബ്രാഹ്മിൺസിന് കടൽ കടന്നാൽ ജാതി നഷ്ടമാവും. അങ്ങനെ ജനറൽ സർവീസസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതിന് ശേഷം ഇമ്മീഡിയറ്റ് കോസ് അറിയാം. പുതിയ തോക്ക് കൊണ്ടുവരികയാണ്, എൻഫീൽഡ് റൈഫിൾ കൊണ്ടുവരികയാണ്. അതിലെ കാട്രിഡ്ജ് എന്ത് ചെയ്യണം, കാട്രിഡ്ജ് കടിച്ച് പൊട്ടിച്ചിട്ട് വേണം, അതിൽ ഇട്ടിട്ട് വേണം, ഉണ്ട നിറച്ചിട്ട് വേണം വെടിവെക്കാൻ. അപ്പോൾ അതിൽ ആ കാട്രിഡ്ജിൽ എന്തുണ്ട്, പശുവിൻ്റെയും പന്നിയുടെയും ഫാറ്റ് ഉണ്ട് എന്ന് പറയുന്നു. അത് ഹിന്ദുസിനും പ്രശ്നം, മുസ്ലിംസും എന്നെ എതിർക്കുന്നു. അതാണ് ഇമ്മീഡിയറ്റ് കോസ്. അതിനുശേഷം ഇതെല്ലാം മംഗൽ പാണ്ഡെയാണ് ഇതിന് ഫസ്റ്റ് ലീഡർഷിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ മംഗൽ പാണ്ഡെ അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാ സ്റ്റുഡൻസും വീഡിയോസ് ഓർഡറിൽ കണ്ട് പഠിക്കുക.